വെൽക്കം ടു AZB അക്കാഡമി. ഇന്ന് നമ്മളൊരു സിമ്പിൾ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് സ്കിൻ ഇഫക്റ്റ്? വാട്ട് ഈസ് സ്കിൻ ഇഫക്റ്റ്? അതായത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു സോളിഡ് കണ്ടക്ടറിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സോളിഡ് കണ്ടക്ടറിൻ്റെ ഇന്നർ പോർഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാതെ ഔട്ടർ പോർഷനിലൂടെ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്? സ്കിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് the skin effect is a phenomena that occurs when an alternating current flow through a conductor, causing the current to distribute itself unevenly. അതായത് ഈവൺ ആയിട്ടായിരിക്കത്തില്ല ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലോവിങ് യൂണിഫോംലി ത്രൂ the entire cross section of the conductor, the current tend to flow mostly along its outer surface or skin. അതായത് കറണ്ട് ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് ആ കണ്ടക്ടറിൻ്റെ ഔട്ടർ സർഫസിൽ കൂടെ ആയിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് സ്കിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്കിൻ ഇഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, എഡി കറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്കിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത അറിയാം. അതായത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അങ്ങനെയായിരിക്കും നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുന്നത്. ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണമാകുന്നുണ്ട്. വെൻ ആൻ AC current passes through a conductor, it generates a continuously changing magnetic field around and inside it. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറണ്ട് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു എഡി കറണ്ട് ജനറേറ്റഡ് ആവുന്നു. ദിസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് എ സ്മോൾ സർക്കുലർ കറണ്ട് കോൾഡ് എഡി കറണ്ട് വിത്തിൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ കണ്ടക്ടർ. നമുക്കറിയാമല്ലോ, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു EMF ജനറേറ്റഡ് ആവും. ഫാരഡേസ് ലോസ് ഓഫ് മാഗ്നറ്റിക് ആ തിയറി പ്രകാരം. ഇനി ഈ ഉണ്ടാകുന്ന എഡി കറണ്ട് എന്ന് പറയുന്നത് ഒപ്പോസിഷന് കാരണമാകുന്നുണ്ട്, കോർ ഒപ്പോസിഷന് കാരണമാകുന്നുണ്ട്. ദ എഡി കറണ്ട് ഫോംഡ് അറ്റ് ദ സെൻറ്റർ ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ദി മെയിൻ കറണ്ട്. ഈ എഡി കറണ്ട് മെയിൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. However, this opposition is very weak near the surface. അപ്പം അങ്ങനെയാണെങ്കിലും ഇത് സർഫസിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഒപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കും. ഉള്ളിലുള്ള ഒപ്പോസിഷനേക്കാളും വളരെ കുറവായിരിക്കും ഔട്ട്സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർഫസിൽ. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒപ്പോസിഷൻ നടക്കുന്നത് കൊണ്ട് കോൺസിക്വൻ്റ്ലി ദ കറണ്ട് ചൂസ് ദ പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഫ്ലോസ് പ്രൈമർലി ത്രൂ ദ ഔട്ടർ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത്തായിരിക്കും ഇന്നർ പോർഷനേക്കാളും ഔട്ടർ സർഫസിൽ. അതുകൊണ്ടാണ് കറണ്ട് ഔട്ടർ സർഫസിലൂടെ കൂടുതൽ ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്കിൻ എഫക്റ്റിനെ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സോളിഡ് കണ്ടക്ടറിന് പകരം ഒന്നിലധികം കണ്ടക്ടേഴ്സിനെ ജോയിൻ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള കണ്ടക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ്. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനുകളിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. യൂസ് സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സോളിഡ് തിക്ക് വയർ. യൂസ് കണ്ടക്ടേഴ്സ് മെയ്ഡ് ഓഫ് മൾട്ടിപ്പിൾ സ്മോളർ വയർ twisted together. This help the current flows equally through the each strand and effectively reduce the skin effect. അതായത് ഓരോ ചെറിയ കണ്ടക്ടേഴ്സിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞ അതൊരു ലോസ് ആണ് ശരിക്കും. അത് നമുക്ക് ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനായി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനൊക്കെ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ACSR കണ്ടക്ടേഴ്സ് ആണ്. അലൂമിനിയം കണ്ടക്ടേഴ്സ് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നാണ് ACSR കണ്ടക്ടറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി AZB അക്കാഡമി ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്